അങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. നാളെ വിവാഹ നിശ്ചയമാണ്. വിവാഹം നടക്കും. ഹിന്ദു ആചാരപ്രകാരം നടക്കോ, ക്രിസ്ത്യൻ ആചാരപ്രകാരം നടക്കോ, പാഴ്സി ആചാരപ്രകാരം നടക്കോ, അതോ ഒരു മുസ്ലിം ആചാരപ്രകാരം നടക്കുമോ എന്ന് ചോദിച്ചാൽ ദൈവം തമ്പുരാനറിയാം. ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സ് ആയി കിടക്കുന്ന ഒരു സാധനമാണല്ലോ. സങ്കരവർഗം എന്ന് പറഞ്ഞാൽ പറയാം. സങ്കരവർഗമാണ്. അപ്പൊ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കും. എന്നിട്ട് വേണം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പാവങ്ങളെ പറ്റിക്കാൻ. എന്താണെങ്കിലും ഇപ്പോഴും ഞാനും നീയൊക്കെ മനുഷ്യനല്ലേ, കൊരങ്ങനായിട്ട് പരിണമിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഏത് സങ്കരത്ത് പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെയാണല്ലോ അല്ലേ. എടാ നിന്റെ ഒക്കെ ഉള്ളിലെ വിഷം നീ എന്മാതിരി തള്ളലടത്തുള്ളത്. ഹിന്ദുവിനെ പറ്റിക്കലാവോ? ഇനിയിപ്പോൾ ഹിന്ദു ആചാരപ്രകാരം ഇവരങ്ങോട്ട് കല്യാണം കഴിച്ചു, അതെങ്ങനെ ഹിന്ദുവിനെ പറ്റിച്ചോ? റൈഹാൻ വാദ്ര, നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ, റോബർട്ട് വാദ്രയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മകൻ കല്യാണം കഴിക്കുന്നത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടീനെയാണ്. ഈ ആളുടെ പേര് അവീവ ബെയ്ഗ് ഇമ്രാൻ ബെയ്ഗിൻ്റെ മകളാണ്. ഇമ്രാൻ ബെയ്ഗ് ഒരു മുസ്ലിമാണ്. ആളുടെ അമ്മ ഒരു സിഖ് വംശജയാണ്. അപ്പം ഇത് കണ്ട് രാജ്യത്തിലെ സംഖ്യകൾക്കാണ് ഏറ്റവും കൂടുതൽ കുരു പൊട്ടിയിരിക്കുന്നത്. അതിൽ സ്പെഷ്യലി കുരു പൊട്ടിയ നമ്മുടെ നാട്ടിലെ ഒരു 2 സംഖ്യകളുടെ വീഡിയോ ഇന്നലെ കാണായിട്ടുണ്ടായി. സഹിക്കണില്ല. ഈ പറഞ്ഞ ആള് അതും ഈ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൊച്ച് എന്നാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും രസം. അങ്ങനെ ഉണ്ടാക്കിയ ഒരുത്തൻ ഇങ്ങനെ പോയിട്ട് കല്യാണം കഴിക്കുകയാണോ? ഞങ്ങൾക്കൊന്നും കുഴപ്പം കുറ്റൊന്നും ഇല്ല, അവൻ കല്യാണം കഴിച്ചോട്ടെ. എന്നാലും ഇങ്ങനെയൊക്കെ നടക്കുമോ? ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മിക്സഡ് ഒരു സങ്കര വർഗത്തിൽപ്പെട്ട, ഞാൻ പറഞ്ഞ വീടുകളൊക്കെ ആ പറഞ്ഞ ഒരു വെട്ടാവളിയിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ, വേറെ ഒന്നുമില്ല. ഏതാണേലും മുതിർന്ന മാധ്യമ സംഘ പ്രവർത്തകൻ്റെ വീഡിയോൻ്റെ ക്ലിപ്പ് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ എന്നൊന്ന് കേട്ട് നോക്കി നാണവും മാനവും ഇവനൊക്കെ ഉണ്ടോ എന്നുള്ളത്. വിവാഹ നിശ്ചയമാണ്. ഇന്ത്യയിലെ രാജകുടുംബത്തിലെ ഭാവി പ്രധാനമന്ത്രിക്ക് വിവാഹം കഴിക്കാൻ അവസരം കിട്ടുന്നതിൽ സന്തോഷത്തോടെ അവർ സംബന്ധിച്ചു. അങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. നാളെ വിവാഹ നിശ്ചയമാണ്. വിവാഹം നടക്കും. ഹിന്ദു ആചാരപ്രകാരം നടക്കോ, ക്രിസ്ത്യൻ ആചാരപ്രകാരം നടക്കോ, പാഴ്സി ആചാരപ്രകാരം നടക്കോ, അതോ ഒരു മുസ്ലിം ആചാരപ്രകാരം നടക്കുമോ എന്ന് ചോദിച്ചാൽ ദൈവം തമ്പുരാനറിയാം. ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സ് ആയി കിടക്കുന്ന ഒരു സാധനമാണല്ലോ. സങ്കരവർഗം എന്ന് പറഞ്ഞാൽ പറയാം. സങ്കരവർഗമാണ്. അപ്പൊ അതുകൊണ്ട് ഏത് ആചാരപ്രകാരം നടക്കുമെന്ന് അറിയത്തില്ല. വേണമെങ്കിൽ അവർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ഞങ്ങൾ സെക്കുലർ ആണെന്ന് കാണിക്കാൻ. കാരണം ഈ പുള്ളിക്കാരൻ ഒരു സാധനം എപ്പോഴും പൊക്കി കാണിക്കുമല്ലോ, അല്ലാതെ ഭരണഘടന. അപ്പൊ അതുകൊണ്ട് അമ്മാവൻ അങ്ങനെ കാണിക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങൾ സെക്കുലർ ആയിട്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്റെ വക ഒരു കയ്യടി ഇപ്പോഴേ ഉണ്ട്. ഇച്ചിരി പുളിക്കും. കാരണം ഉറപ്പാണ് ഞാൻ പറയുന്നു, പ്രിയ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കാം. റോബർട്ട് വാദ്ര, അച്ഛന്റെ പേര് റോബർട്ട്, ഹിന്ദു ആണല്ലോ. ഈ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി, ഇവരുടെയൊക്കെ ഒറിജിനൽ എവിടുന്നാണല്ലോ, ഹിന്ദു ആണല്ലോ. ഫിറോസ് മുഹമ്മദ് ഖണ്ഡി ഹിന്ദു ആണല്ലോ. പിന്നെ സോണിയാഗാന്ധി ഹിന്ദു, ഡബിൾ ഹിന്ദു. റോബർട്ട് വാദ്ര, ഇപ്പോ അവീവ ബെയ്ഗ്, മൊത്തം ഹിന്ദു. അപ്പൊ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കും. എന്നിട്ട് വേണം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പാവങ്ങളെ പറ്റിക്കാൻ. അല്ല സുനിലെ, എന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. നീ പറഞ്ഞ സങ്കര വർഗം തന്നെയാണ് ഫിറോസ് ഗാന്ധി, അല്ലെ ഫിറോസ് ഗാന്ധി മുസ്ലിമാണ്, റോബർട്ട് വാദ്ര ക്രിസ്ത്യൻ ആയിരിക്കും. അപ്പം ഇവരിപ്പോൾ ഇനി ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിച്ചാലും മുസ്ലിം ആചാരപ്രകാരം കല്യാണം എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിച്ചു തന്നെ വിചാരിക്കും. ഈ രാജ്യത്തെ ഹിന്ദുക്കളെ പറ്റിക്കലാണോ അത്? നീ എന്താ പറയുന്നത്? ഹിന്ദുക്കളെ പറ്റിക്കാലോ? എടാ മരമണ്ട, ഈ ആൾക്കാർ കല്യാണം എന്തിൽ കഴിച്ചാലും ഹിന്ദുക്കൾക്ക് എന്ത് പ്രശ്നമുള്ളത്? ആർക്ക് എവിടെ കുത്തിക്കഴപ്പുള്ളത്? നിന്റെ ഒരു കഴപ്പൊന്ന് ആലോചിച്ച് നോക്കുന്നത്. നീ ഇത് കണ്ടപ്പം നീ വന്ന് ചലച്ചത്. ഞാൻ ചോദിക്കട്ടെ, സംഖ്യകളെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇവർ സങ്കര എടാ ഞാനും നീയൊക്കെ സങ്കര വർഗമൊക്കെ ആയിരിക്കും. നമ്മളൊക്കെ പൂർവികർ ഏതൊക്കെ ഇതിലൂടെ കടന്നു വന്നിട്ടാണ്, ഇവിടുന്ന് തുടങ്ങിയതാണ്. ആര്യനാണോ, ദ്രാവിഡനാണോ, ചേരനാണോ, ചോളനാണോ ഒന്നും അറിയില്ല. അവിടുന്ന് വന്ന് പല മതങ്ങൾ വന്നു, പല ജാതികൾ വന്നു, പല ആചാരങ്ങൾ വന്നു. എന്താണെങ്കിലും ഇപ്പോഴും ഞാനും നീയൊക്കെ മനുഷ്യനല്ലേ, കൊരങ്ങനായിട്ട് പരിണമിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഏത് സങ്കരത്ത് പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെയാണല്ലോ അല്ലേ. എടാ നിന്റെ ഒക്കെ ഉള്ളിലെ വിഷം നീ എന്മാതിരി തള്ളലടത്തുള്ളത്. ഹിന്ദുവിനെ പറ്റിക്കലാവോ? ഇനിയിപ്പോൾ ഹിന്ദു ആചാരപ്രകാരം ഇവരങ്ങോട്ട് കല്യാണം കഴിച്ചു, അതെങ്ങനെ ഹിന്ദുവിനെ പറ്റിച്ചോ? ഇവൻ നാളെ മുസ്ലിം ആചാരപ്രകാരം മഹർ കെട്ടിയാണ് കല്യാണം കഴിച്ചു, അപ്പൊ മുസ്ലിങ്ങൾക്ക് എന്താ കുഴപ്പം? നീ പള്ളിയിൽ പോയിട്ട് മിന്ന് കെട്ടി എന്താ കുഴപ്പം? ആർക്കാ ക്രിസ്ത്യാനികൾക്ക് എന്താ കുഴപ്പം? അവര് കല്യാണം കഴിക്കുക, കെട്ടാണ്ടിരിക്കുക. അവർ ഇവിടെ ബാക്കി മതക്കാരെ എങ്ങനെയാണ് അവർ പറ്റിക്കുന്നത്? നിന്റെ മനസ്സിലൊക്കെ ഒരു ചെറ്റത്തരത്തിന്റെ ഒരു ആഴത്തരത്വം ആലോചിച്ച് നോക്ക്. നിനക്ക് വളർന്നു വരുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ, അല്ലെ നിന്റെ കുടുംബത്തിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നാളെ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ നിന്റെ പെണ്ണിനെ, അല്ലെങ്കിൽ നിന്റെ മക്കളെ ഏതെങ്കിലും മുസ്ലിം കല്യാണം കഴിച്ചു, ക്രിസ്ത്യൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും കല്യാണം കഴിച്ചു എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ അവർ സങ്കരഹീനായിട്ട് അങ്ങോട്ട് മാറും. മുസ്ലിം എന്ന് മാറി കൊരങ്ങനോ പന്നിയോ അതല്ലെങ്കിൽ പശുമ്പെട്ടാവോ? ആ ഗോമാതാവല്ലോ ആവോ? ഇല്ലല്ലോ, മനുഷ്യന്മാർ തന്നെയല്ലേ. നിന്റെ ഉള്ളിലെ ആ ഒരു വിഷത്തിന്റെ ആ ഒരു അളവ് എത്രത്തോളം നിന്ന് ആലോചിച്ച് നോക്ക്. അവരെങ്ങനെയും കല്യാണം കഴിച്ചോട്ടെ, ഏത് മതത്തിൽ എന്തിലേയും കല്യാണം കഴിച്ചോട്ടെ, അവർ നിന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടിലല്ല, നീ അല്ലല്ലോ ചെലവിന് കൊടുക്കുന്നത് അല്ലേ? ഇന്ത്യക്കാർ ആരും അല്ല ചെലവിന് കൊടുക്കുന്നത്.
അവരുടെ ജോലി ചെയ്ത് അവരുടെ പണിയെടുത്തിട്ടാണ് ചെലവ് ചെയ്യുന്നത്. നിന്റെ മനസ്സിലൊരു അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിയുന്നില്ല ഇവന് ആ കഴപ്പങ്ങട്ട് തീർക്കുന്നത്. അടുത്തവന്റെ ഇത് കേട്ടു നോക്ക്. അവരെങ്കിലും സമാധാനം അനാഥമാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരുന്നുണ്ട്. പക്ഷെ എനിക്ക് കാര്യം പറയാം, ആ ചെക്കനെ ആ പെണ്ണിനെ അതിന്റെ പാട്ടിന് ജീവിക്കാൻ വിടണം. അതിനെ തള്ളിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരരുത്. അവരെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ. കാരണം ഇപ്പൊ നോക്കൂ, പ്രിയങ്ക ഗാന്ധിക്കാണേലും രാഹുൽ ഗാന്ധിക്കാണേലും ഒന്നും സ്വസ്ഥമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അവരൊരു പാവപ്പെട്ട, കാരണം നിങ്ങളുടെ പാർട്ടിയുടെ കഥ കഴിഞ്ഞു. നിങ്ങൾ ഇനി ഇന്ത്യ ഒരിക്കലും അധികാരത്തിൽ വരാൻ പോണില്ല. ഇത് ചത്ത് പണ്ടറടങ്ങി വെണ്ണീറായി പോയി. പുതിയ പിള്ളേരെ കൂടെ പിടിച്ച് അതിനകത്ത് ഇടരുത്. ഇന്നലെ അവിവ ബൈഗ് റിഹാനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്, രണ്ടുകൂടെ ചേർന്ന് നിൽക്കുന്നത്. അവരുടെ എൻഗേജ്മെന്റിൽ മോതിരം മാറിയല്ലോ. അപ്പൊ പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ കിട്ടാം. അത് നല്ല കാര്യമാണ്. അത് കണ്ടപ്പോഴത്തേക്കും നല്ല കുട്ടികൾ, അവരെ സ്വതന്ത്രരായി വിടുക. അതെ, അവരെ സ്വതന്ത്രമായിട്ട് വിടുക. പിന്നെ ഈ ചത്ത് പണ്ടാരമടങ്ങിയ പാർട്ടി എന്നൊന്നും നീ അങ്ങനെ വെന്ന് പറയല്ലേ ചങ്ങി. നമ്മൾ വോട്ട് കെട്ടും, നമ്മൾ ആൾക്കാരെ തമ്മിലടുപ്പിച്ചും, നമ്മൾ ആൾക്കാരുടെ ഇടയിൽ ബീഫ് കൊണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയും, പള്ളി പൊളിച്ചും അമ്പലം പണിതും, രാമനെ കൊണ്ടിരുത്തിയും, രാമനെ കൊണ്ട് നടത്തിയും, രാമനെ കൊണ്ട് ഓടിയും നമ്മളിങ്ങനെ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? നമ്മുടെ രാജ്യത്ത് മാക്സിമം തമ്മിത്തല്ലും കുത്തിത്തിരിപ്പും കുന്നായ്മയും ചെറ്റത്തരും എല്ലാ വെളുപ്പത്തരും ഉണ്ടാക്കിയിട്ട് നമ്മൾ വോട്ട് പിടിക്കല്ലേ. പോരാത്തവര് നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ പിടിച്ചിട്ട് നമ്മൾ വോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഒരു പാർട്ടി പൈസ കൊണ്ട് എന്തും വിലക്ക് വാങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പം ഈ പാർട്ടി കുറച്ച് ക്ഷീണിച്ചിരിക്കും. എന്നിട്ടും മൂന്നാമത്തെ ടൈം മോദി വന്ന സമയത്ത് 400 എന്ന് മാറി 240 അങ്ങോട്ട് ഒതുങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ 2 കുത്തുംകാലുമലല്ലേ നിൽക്കുന്നത്. നിതീഷും നായിഡുവിൻ്റെയും കുത്തുംകാലില്ലെങ്കിൽ നിന്റെ ബാബ നിന്റെ ചക്കക്കുരു ഇത് വീട്ടിലിരുന്ന് ചക്കച്ചോള പൊളിക്കേണ്ട അവസ്ഥയിലെത്തില്ലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പണ്ടാരമടങ്ങി ചത്ത് പണ്ടാരമടങ്ങി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇവരുടെ മക്കൾ ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന അവരെ ഇഷ്ടല്ലേ? നിന്റെ പാർട്ടിയിലെ ഓരോരുത്തർ എടുത്ത് നോക്ക്. അമിത്ഷാന്റെ മോൻ എന്ത് ചെയ്യുന്നു, ഗഡ്കരിന്റെ മോൻ എന്ത് ചെയ്യുന്നു, രാജ്നാഥ് സിംഗിന്റെ മോൻ എന്ത് ചെയ്യുന്നു, കിരൺ റിജു എവിടുന്ന് വന്നു, ഇങ്ങനെ ഓരോന്നങ്ങ് എടുത്തു നോക്ക്. പീയൂഷ് ഗോയൽ എവിടുന്ന് വന്നു, എല്ലാ മന്ത്രിമാരുടെയും മക്കള് MLA മാരും MP മാരും. അതല്ലെങ്കിൽ നിന്റെ ഒക്കെ ഈ പറഞ്ഞ മന്ത്രിമാര് വെട്ടിച്ചു കൊടുക്കുന്ന പൈസ വെച്ചിട്ട് കമ്പനി ഉണ്ടാക്കി രാജ്യത്തെ ജനങ്ങളെ ഊറ്റിക്കുടിക്കുന്നവന്മാര് മാത്രമാണ്. അതെന്തേ പറയാൻ മടി? ഇവരിങ്ങോട്ട് രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്താ നിനക്ക് ഇത്ര ചൊറിച്ചില്? പിന്നെ ഇവരുടെ ഒക്കെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മീൻ്റെ ഒക്കെ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഗാന്ധിനെ കൊന്ന ചരിത്രം മുതൽ എടുത്തു കഴിഞ്ഞാൽ, ഗാന്ധിനെ കൊന്ന നിന്റെയൊക്കെ RSSന്റെ ആ ഒരു കുത്തിക്കഴപ്പ് അന്ന് മുതൽ നമുക്ക് മനസ്സിലാക്കിയത് അല്ലേ? അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി മരിച്ചു, രാജ്യത്തിന് വേണ്ടിയിട്ട് വെടിയേറ്റാൻ മരിച്ചത്. രാജീവ് ഗാന്ധി മരിച്ചു, രാജ്യത്തിന് വേണ്ടി ബോംബെറിഞ്ഞ് കൊന്ന മനുഷ്യനാ. അപ്പൊ അവരുടെയൊക്കെ ജീവചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാജ്യത്തിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് പ്രധാനമന്ത്രിമാരായിട്ട് മരിച്ചുപോയ കൊന്നുകളഞ്ഞ ആൾക്കാരാണ്. അല്ല നിന്റെ രാഷ്ട്രീയ പാർട്ടിനെ പോലെ ചന്തി നക്കി ബ്രിട്ടീഷുകാരുടെ ചന്തി നക്കിയിട്ടല്ല ഉയർന്നു വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉയർന്നു വന്ന് ഇപ്പം രാജ്യം ഭരിക്കുന്ന സകല തിട്ടങ്ങളും അവരുടെ മക്കളെ ഇപ്പറഞ്ഞ രാഷ്ട്രീയത്തിലും ഇപ്പറഞ്ഞ ബിസിനസ്സിലും ഇറക്കി പൈസ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ എന്തത്ര മടി? ഇവരാരും അങ്ങനത്തെ പൈസ കൊയ്ത അല്ലെങ്കിൽ പൈസ കൊണ്ട് ബഹുമാനമാടിയ ആൾക്കാരല്ല. ജീവൻ കൊടുത്ത് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് വന്ന ആൾക്കാർ. ഇനി ഇവൻ നാളെ അങ്ങോട്ട് രാഷ്ട്രീയത്തിലെ ഇറങ്ങിക്കഴിഞ്ഞാലും എന്താ പൻ്റെ ഒക്കെ കുഴപ്പം? എൻ്റെ കുഴപ്പം എന്താ? ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല. ഇനി അപ്പുറത്തിരിക്കുന്നവൻ്റെ വേറൊരു കടിയും കൂടെ ഉണ്ട്, അതുകൂടെ കേട്ടു നിങ്ങളൊന്ന്. അപ്പൊ ഭാവി പ്രധാനമന്ത്രിമാരെ സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ അതിങ്ങനെ സ്റ്റോക്ക് പ്രധാനമന്ത്രി നിർമ്മാണ ഫാക്ടറി, അതെ, ഭാവി ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രിമാരെ നിർമ്മിക്കാനുള്ള ഒരു സംവിധാനമാണ് ഗാന്ധി കുടുംബത്തിലെ പുതിയ തലമുറ കല്യാണം കഴിക്കുക എന്നുള്ളത്. അല്ല, കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാക്കുക എന്നുള്ള കോമൺ ആണ്. അത് പ്രധാനമന്ത്രിമാരുണ്ടാക്കാനല്ല. നിന്നെ തന്ത ഉണ്ടാക്കിയപ്പം ഇതുപോലെ വന്നിട്ട് ഈ ചാനലിൽ വന്ന് കുത്തിരിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നാണോ നിന്റെ തന്തയും തള്ളിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവുക? അല്ലെ നീ ഇപ്പോൾ ഒരു മക്കളുണ്ടാക്കണമെങ്കിൽ അടുത്ത BJPക്ക് വേണ്ടി അല്ലെങ്കിൽ അടുത്ത ഇതുപോലെ ചെറ്റത്തരം ചാനലിൽ വന്നിരിക്കാൻ പറ്റി 2-3 പ്രൊഡക്റ്റിനകത്ത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണോ നീ മക്കളുണ്ടാക്കുന്നത്? ഇവർ ഭാവി പ്രധാനമന്ത്രിമാരെ മക്കളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നെഹ്റു മോളെ ഇന്ദിരാഗാന്ധിനെ ഉണ്ടാക്കിയിട്ട് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ രാജ്യത്തിന് വേണ്ടി മരിച്ചവരാ. നിന്നെപ്പോലെ ചാണക വർത്താനും പറഞ്ഞ് ഈ ചെറ്റത്തരവും പറഞ്ഞ് ശാഖയിൽ ഉണ്ടനടിച്ച് അങ്ങനെ ചത്ത് മലച്ച അച്ഛനും അല്ലെങ്കിൽ തള്ളക്കും തന്തക്കും അല്ലെങ്കിൽ നീ അവസ്ഥയിൽ വരുമ്പോൾ നിന്റെ മക്കൾക്കും ഈ അവസ്ഥ വരുന്ന രീതിയിലല്ല ഈ ഫാമിലി അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവർ മക്കളുണ്ടാക്കുന്നത് ഇതിൻ്റെ പേരിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഒക്കെ ഒരു നിലവാര തകർച്ച എത്രത്തോളം നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു ലേശം ബുദ്ധി ഉണ്ടെങ്കിൽ ലേശം കുത്തിക്കഴപ്പ് നിനക്ക് മാറി കിട്ടൂലായിരുന്നടാ. മക്കളുണ്ടാക്കുന്ന ആ പ്രൊഡക്ഷൻ പ്രധാനമന്ത്രിമാരുണ്ടാക്കാനാന്ന് നിന്റെ ഭാവം കൊണ്ട് നീ പറഞ്ഞ് ആലോചിച്ച് നോക്ക്. നീയൊക്കെ മക്കളുണ്ടാക്കുന്നത് BJPക്ക് വേണ്ടി ശാഖയിലെ ചേട്ടന്മാർക്ക് കുണ്ടനടിക്കാനോ നീ മക്കളുണ്ടാക്കുന്നത് ആണോ? നിന്റെ ആൺമക്കളെ നീ അതിനാണോ വിട്ടുകൊടുക്കാറ്? അല്ലെങ്കിൽ ഇതുപോലെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ചെറ്റത്തരം പറയാനാണോ നീ പ്രൊഡക്ഷൻസ് തുടങ്ങിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നീ പ്രൊഡക്റ്റ് ചെയ്തോട്ടോ, ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ചെയ്തോ. ഏതായാലും ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക, മുസ്ലിങ്ങൾക്ക് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. ആദ്യം ശാഖയിലെ കുണ്ടനടി മാറ്റി നല്ല രീതിയിൽ മക്കളുണ്ടാക്കിയിട്ട് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുക. അതല്ല ഇമ്മാതിരി കൊണവർത്താനല്ല ചാനലിൽ വന്നിരുന്ന് പറയേണ്ടത്. ഇനി അവിടെ കൊണ്ട് തീരുന്നില്ല. അവൻ്റെ ആ കൊണയടി അവനങ്ങ് കയറി പോവുക. അടുത്ത കേട്ടോക്ക്.
എന്തായാലും നന്നായി. രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചില്ല എന്നും കഴിച്ചു എന്നും പറയുന്നുണ്ടല്ലോ. 2 പിള്ളേരുണ്ട്. അതെ, അപ്പൊ ഇങ്ങനെ 2 അഭിപ്രായമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയും. 2 പിള്ളേരുണ്ട് എന്നാ പറഞ്ഞത്. സുനിലായിരുന്നല്ലോ രാഹുൽ ഗാന്ധി പിള്ളേരുണ്ടാക്കിയപ്പോൾ കട്ടിലിന്റെ അടിയിൽ കിടന്നിട്ട് അതിന് അളവെടുത്തതും കണക്കെടുത്തതോ. പിന്നെ രാഹുൽ ഗാന്ധിന്റെ 2 പിള്ളേരുടെ പേരെടുത്തത് സുനിലോ അല്ലെങ്കിൽ സുനിലിന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വൈഫോ പെങ്ങളോ ആയിരിക്കും. അതാണ് ഇത്ര കറക്റ്റായിട്ട് സുനിൽ ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പം എന്റെ പൊന്നു സുനിലെ, നീ ഒരു കാര്യം ആലോചിക്കണം. അല്ലെങ്കിൽ സുനിലല്ല മറ്റോനെ, നീ ഒരു കാര്യം ആലോചിക്കണം. നിന്റെ പ്രധാനമന്ത്രി ലോകം ചുറ്റുന്നുണ്ടെങ്കിൽ ഏതിൽ രാഹുൽ ഗാന്ധി ചുറ്റിയതിന്റെ 4 ഇരട്ടി പ്രധാനമന്ത്രി ലോകം ചുറ്റിയിട്ടുണ്ട്. അപ്പം രാഹുൽ ഗാന്ധിക്ക് വിദേശത്ത് മക്കൾ ഉണ്ടെങ്കിൽ അതിനാണ് ലോകം ചുറ്റുന്നതെങ്കിൽ പ്രധാനമന്ത്രിക്ക് എത്ര മക്കളുണ്ടാവും? അങ്ങനെയാണെങ്കിൽ ഇത്രയും ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. പോകുന്ന രാജ്യത്തൊക്കെ ഉണ്ടോ ഓരോ മക്കള്? എന്ത് വർത്താനാണ് ചെങ്ങയ്യൊക്കെ പറയുന്നത്. പ്രധാനമന്ത്രി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ മഹത്തരമായിട്ടുള്ള സംഭവം. രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഇവിടെ മക്കളുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്ത് ഒപ്പിക്കലാണ് നീയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ ഈ പറഞ്ഞ കുടുംബത്തിൽ ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഭാവി പ്രധാനമന്ത്രിമാരുണ്ടാക്കാനാണെന്നാണ് നിന്റെ ഒക്കെ തോന്നല്. നിന്റെ പ്രധാനമന്ത്രി കല്യാണം കഴിക്കുന്നില്ല, കാരണം അതെന്താന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങൾക്ക് ഈ ശാഖ അടിയാണെങ്കിൽ അതിനിപ്പോൾ കല്യാണം കഴിക്കില്ല, കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച കണക്കും ഇല്ലാത്ത ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കണക്കിൻ്റെ ഒക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരും. അത് അറിയാത്തത് കൊണ്ടല്ല, ജനങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലത്. കല്യാണം കഴിച്ചതിൻ്റെ അവസ്ഥയും ആ പെണ്ണിനെ വിട്ടതിൻ്റെ അവസ്ഥയും ഈ എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. അതിൻ്റെ ഇടയ്ക്ക് നീ ഇമാതിരി കഥകൾ കൊണ്ടുവരരുത്. പിന്നെ ഇവനിപ്പോൾ പറഞ്ഞു ഇവർക്കങ്ങ് കൊത്തിക്കഴപ്പാണ്. ഈ പറഞ്ഞ രാജ്യത്തെ ഈ പറഞ്ഞ പ്രിയങ്കി ഇവര് കല്യാണം ഇപ്പം ഏതെങ്കിലും കെട്ടട്ടെ, അവർ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. അവർ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെയും അമ്മൻ്റെയും പറഞ്ഞ രാഷ്ട്രീയത്തിലോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി ഭാവിയിൽ വരികയാണെങ്കിൽ വരട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ. അവർ വന്നവരൊക്കെ മെച്ചം കാണിച്ചിട്ടും നല്ലത് കാണിച്ചിട്ടും തന്നെയല്ലേ മുന്നോട്ട് പോയിട്ടുള്ളത്. ആരും മോശം കാണിച്ചിട്ടല്ലല്ലോ. നിങ്ങളെപ്പോലെ ഇമാതിരി പരിപാടികൾ കാണിച്ചിട്ടല്ലല്ലോ, ആളുകളെ തമ്മിൽ അടുപ്പിച്ചിട്ടല്ലല്ലോ. ഗുജറാത്തിൽ 2000 ആളുകളെ കൊന്നിട്ടല്ലല്ലോ പ്രധാനമന്ത്രിയായി വന്നത്. അവരെ ആളുകളൊക്കെ നല്ല രീതിയിൽ നല്ല പ്രവർത്തനം ചെയ്ത് നല്ല നല്ല കാര്യം കൊണ്ടല്ലേ പ്രധാനമന്ത്രിമാരായിട്ടും അതല്ലെങ്കിൽ ജീവൻ കൊടുത്തിട്ടൊക്കെ അല്ലേ മുന്നോട്ട് വന്നത്. അതെന്താ അക്സെപ്റ്റ് ചെയ്യാത്ര ബുദ്ധിമുട്ട്? രാഷ്ട്രീയ പാരമ്പര്യം, രാജ്യപാരമ്പര്യം, സ്വാതന്ത്ര്യ പാരമ്പര്യം ഒന്നും പറയാനില്ലാത്ത RSSന്റെ ചന്തി നക്കി ചെരുപ്പ് നക്കി മുന്നോട്ട് വന്ന നിന്റെ പൂർവികരും ഇപ്പൊ നീയും നിന്റെ അടക്കമുള്ള സകലരും ഇന്ത്യനെ കുളം തോണ്ടി കുളം ഇല്ലാണ്ടാക്കി കോർപ്പറേറ്റിന് വിറ്റ് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ തന കുനിച്ച് നിർത്തുന്ന അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് നീയൊക്കെ എന്ത് വീമ്പാടാ കേൾക്കുന്നത്? നിന്റെ ഓരോ മന്ത്രിമാരും ഞാൻ സൈഡിൽ ഇട്ട് തരട്ടോ, ഞാനത് എടുത്തു വെച്ചതായിരുന്നു. കാരണം ഇവന്റെ ഒക്കെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ചെറിയൊരു ലിസ്റ്റ് മാത്രമാണ് BJPയുടെ നേതാക്കന്മാരുടെ മക്കൾ എവിടെയൊക്കെ എത്തി എന്തൊക്കെ ചെയ്യുന്നതെന്നില്ലേ. ഇവൻ ഏതാകാലം ഇതിൽ എണ്ണ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊന്നെ 1 2 3 4 5 അങ്ങനെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഏറ്റവും സ്റ്റാർട്ടിങ് നിങ്ങൾ എടുത്തോ പീയൂഷ് ഗോയൽ, അത് വേദ് പ്രകാശ് ഗോയലിന്റെ എക്സ് മിനിസ്റ്റർ ആയിരുന്നു, ആളുടെ മകനാണ്. അമിത്ഷായുടെ മകൻ ജയ്ഷാ ആദ്യം BCC കൊടുത്തു, പോരാ പൈസ അങ്ങോട്ട് വലിയണില്ല, പോട്ടെ ICCയിലോട്ട് കയറ്റി വിട്ടു. അപ്പം നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ രാജ്നാഥ് സിംഗിന്റെ മകൻ ആരാ, പങ്കജ് സിംഗ് MLA ആണ്. ഇവനൊക്കെ മക്കളുണ്ടാക്കിയത് MLA ആക്കാനാണെങ്കിൽ, പ്രൊഡക്ഷൻ ഉണ്ടാക്കിയത് അതിനാണെങ്കിൽ ആയിക്കോട്ടെ നടക്കട്ടെ, ഒന്നും പറയാനില്ല. പിന്നെ ദേവേന്ദ്ര പ്രഭാകറിന്റെ മകനാണ് നമ്മുടെ ധർമ്മേന്ദ്ര പ്രഭാകർ. പിന്നെ അതുപോലെ തന്നെ പ്രേംകുമാർ ധർമ്മലിന്റെ മകനാണ് നമ്മുടെ അനുരാഗ് താക്കൂർ. മോദിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ട് വിഡ്ഢിത്തരം വന്ന് മാധ്യമങ്ങളിൽ വിളമ്പാൻ വരുന്ന അനുരാഗ് താക്കൂർ മോനില്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ താക്കൂർ മോന്റെ അവസ്ഥയെ പറഞ്ഞത്. പിന്നെ ജ്യോതിരാദിത്യ ആരായിരുന്നു, നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഏവിയേഷൻ ആണ് അല്ലേ. മിനിസ്റ്റർ ഓഫ് ഏവിയേഷന്റെ എക്സ് മിനിസ്റ്ററായ മാധവ് റാവുവിന്റെ മകനാണ്. അതുപോലെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്, കിരൺ റിജുവിന്റെ മകനെ റിച്ചി കറൂർ ഫോർമർ സ്പീക്കറാണ്. ഇങ്ങനെ അങ്ങ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഈ ലിസ്റ്റ് ചെറുതൊന്നുമല്ല, വലിയ വലിയ ലിസ്റ്റുകൾ നമ്മൾ കാണേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഈവൻ അജിത് ഡോവലിന്റെ മകൻ വരെ, അജിത് ഡോവൽ മകൻ ശൗര്യ റോയൽ ആരാ സ്റ്റേറ്റ് BJP കൗൺസിലറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. A to Z ഇവന്മാരുടെ മന്ത്രിമാരെയും ഇവന്മാരുടെ MP-മാരെയും നേതാക്കന്മാരെയും എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അച്ഛനോ മോനോ ഇപ്പം രാഷ്ട്രീയത്തിലും, അതല്ലെങ്കിൽ ഇതേപോലെ BCCI ആയിട്ടും ICCI ആയിട്ടൊക്കെ തന്നെയാണ്. പിന്നെ നിതിൻ ഗഡ്കരിയുടെ മകൻ, അച്ഛൻ റോഡുകൾ ഉണ്ടാക്കുന്നു, പോണ്ട വാഹനങ്ങളുടെ അളവും കാര്യങ്ങളും കൊടുക്കുന്നു, മകൻ എത്തനോയിലിന്റെ ഫാക്ടറികൾ ഉണ്ടാക്കുന്നു. ഇനി മുതൽ അച്ഛൻ പുതിയ തീരുമാനം എത്തുന്നു, അല്ലെങ്കിൽ മോദിജി പറഞ്ഞിട്ട് മോദിജിയുടെ പുതിയ തീരുമാനത്തിലോട്ട് എത്തിക്കുന്നു. ഇനി മുതൽ E20 വാഹനങ്ങൾ മാത്രം നമ്മുടെ റോട്ടിലോട്ട് ഇറക്കിയാൽ മതി, നമ്മൾ അങ്ങനെ അതുപോലെ എത്തനോൾ 20% കയറ്റണം. അപ്പം തന്നെ അതാ മകൻ 2 മക്കളും ഗഡ്കരിന്റെ 2 മക്കളും എത്തനോൾ ഫാക്ടറി തുടങ്ങുന്നു. നമ്മളൊക്കെ ഊറ്റി, നമ്മളൊക്കെ ഇപ്പോഴും പെട്രോളിന്റെ വില കുറയ്ക്കാണ്ട് എത്തനോളിന്റെ കുറഞ്ഞ വിലക്ക് 20% അതും കൂടെ കയറ്റി അതിൻ്റെയും കൂടെ പൈസ 4 ഇരട്ടി കൂട്ടിയെടുത്ത് നമ്മളോടൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പെട്രോൾ എടുപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ മക്കളെയും തന്തയുടെയും കണക്കെടുത്ത് കഴിഞ്ഞാൽ ജീവൻ കൊടുക്കാണ്ട് ജീവൻ നല്ല സുഖമായിട്ട് ലാവിഷായിട്ട് പച്ചക്ക് പറ്റിച്ച് ജീവിക്കുന്ന നിന്റെ നേതാക്കന്മാരും നിന്റെ കൂട്ടത്തിലെ നേതാക്കന്മാരുടെ മക്കളും തന്തയുടെയും കണക്കെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ പറഞ്ഞ
നെഹ്റു കുടുംബത്തിലെ 2 3 4 ആൾക്കാർ പ്രധാനമന്ത്രി ആയിരുന്നു, അതിൽ 2 പേര് ജീവൻ കൊടുത്തതിൻ്റെയും കണക്കെടുത്ത് കഴിഞ്ഞാൽ 2 തുലാസ് 2 തട്ടിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ സ്വന്തം വീട്ടിൽ മക്കളുണ്ടാക്കിക്കോ, പ്രൊഡക്ഷൻ ഉണ്ടാക്കിക്കോട്ടെ, BJPക്ക് വേണ്ടിയിട്ട് ആസനം നക്കിക്കോ, ചെരുപ്പ് നക്കിക്കോ, തള്ളിക്കോ, തടവിക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ബാക്കിയുള്ളവർ മക്കൾ ഉണ്ടാക്കാണ്ടിരിക്കുക, അവർ ഹിന്ദു പ്രകാരം കല്യാണം കഴിക്കുക, ഏതെങ്കിലും പ്രകാരം കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. നിന്റെ കുത്തിത്തിരിപ്പും നിന്റെ ആ ഒരു കുത്തിക്കഴപ്പും തീർക്കണമെങ്കിൽ വീട്ടിൽ പോയിട്ട് തീർക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ.